ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ ബോഹോളിലെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മളിന്ന് ലോബോക്ക് റിവർ ക്രൂസിന് പോവാണ്. ബാഗ് ഞാൻ ഫ്രണ്ടിലിട്ടേക്കണേ, കാരണം ഞാൻ ഒറ്റയ്ക്കാണ് റൈഡ്. നിങ്ങൾ ആരും ഇത് ട്രൈ ചെയ്യണ്ട. സ്കൂട്ടർ ക്യാമറ പിടിച്ചൊന്നും ഓടിക്കരുത്. ഇപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. ഞാൻ പറയുന്ന സൗണ്ട് ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല, കാരണം നല്ല വിൻഡിൻ്റെ ഇതുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുത്തെ എയർപോർട്ടാണിത്, ബോഹോളിലെ. ലെറ്റ്സ് ഗോ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് കാണാം. ഞാൻ നല്ല വിഷ്വൽസൊക്കെ വരുമ്പോൾ എടുത്തെടുക്കാം, കാരണം ക്യാമറ പിടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ നല്ല സൂപ്പർ മഴ കിട്ടി. ആദ്യം കഴിച്ചു നിർത്തിയേക്കുക. അവരൊക്കെ എവിടെയാണാവോ ഇത് കണ്ടുപിടിക്കുന്നത്? കണ്ടോ, സ്കൂട്ടർ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനിവിടെ ഏതോ ഒരു സ്പോട്ടിൽ വിളിച്ച് ഇനി ചിലപ്പോൾ മഴയായതുകൊണ്ട് എനിക്ക് കുറച്ച് വിഷ്വൽസ് എടുക്കാൻ പറ്റിയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം, എല്ലാം പറഞ്ഞു തരാം. നിങ്ങൾക്ക് ആക്ച്വലി ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ വലിയ ഗ്രൂപ്പൊക്കെ ആയിട്ടോ ആണ് വന്നെങ്കിൽ, ഇപ്പോൾ ഒരു 7-8 പേരൊക്കെ ആണെങ്കിൽ കാർ എടുക്കണമായിരിക്കും ബെറ്റർ എന്നാണ് തോന്നുന്നത്. നമ്മൾ 3-4 പേരൊക്കെ ആയിട്ട് വന്നുകൊണ്ടാണ് നമ്മൾ സ്കൂട്ടർ എടുത്ത് കറങ്ങുന്നത്. സ്കൂട്ടർ എടുത്ത് പോകുന്നത് നല്ലതാണ്, പക്ഷേ ഈ ഫിലിപ്പീൻസ് ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇപ്പോൾ ഏകദേശം സമ്മർ ടൈം തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇറ്റ്സ് നോട്ട് ദ ബെസ്റ്റ് ടൈം. ഇപ്പോൾ ഡൈവിങ്ങിനായാലും ഇവർ ചോദിച്ചവരോടൊക്കെ പറഞ്ഞിട്ട് ഇവർ ഇപ്പോൾ 10 to 20 meters വിസിബിലിറ്റി വരുള്ളൂ, അങ്ങനെയൊക്കെ. പിന്നെ എനിക്ക് ലീവില്ലാത്തതുകൊണ്ടും പിന്നെ എനിക്കിപ്പോൾ ഇപ്പോഴാണ് ലീവ് കിട്ടിയത്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇപ്പോൾ വന്നത്. അല്ലെങ്കിൽ ഞാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജനുവരി ഫെബ്രുവരി ഒക്കെ ആയിട്ടാണ് ഏറ്റവും ബെസ്റ്റ് ഇവിടെ വരാൻ. നല്ല ചൂടായിരിക്കും, പക്ഷേ എല്ലാം നല്ല അടിപൊളിയായിരിക്കും കാണാൻ. വാട്ടർഫോൾ ആയാലും ഇപ്പോൾ നമ്മൾ ഡൈവിങ്ങിന് പോവുകയാണെങ്കിൽ അങ്ങനെ സ്നോർക്കലിങ് അതെല്ലാം നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ബോഹോള് ആക്ച്വലി ഒരുപാട് ഡേയ്സ് ഇവിടെ സ്റ്റേ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു കൂടി വന്നൊരു 1 to 2 or maximum 3 days ഒക്കെ ഇവിടെ നിൽക്കേണ്ട ആവശ്യമുള്ളൂ. മെയിനായിട്ട് ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് നാളെ രാവിലെ തിരിച്ചു പോകും. മോൾപോൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെയാണ് ഞങ്ങളൊരു 3 or 4 days അവിടെ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ കുറേ ഡൈവിങ് ആക്ടിവിറ്റീസ്, അവിടെ കൂടുതൽ കുറേ ഫോൾസ് ഉണ്ട്, അങ്ങനെയുണ്ട്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ലോബോക്ക് റിവർ. അത് കഴിഞ്ഞിട്ട് ഒരു കേവ് ഉണ്ട്, അത് പേര് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പേര് ഞാൻ പിന്നെ പറയാം. അപ്പോൾ അവിടേക്കാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഇനി മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്നാൽ സ്കൂട്ടർ എടുക്കട്ടെ. ഇനി ബാക്ക് ടു ബൈക്ക്. മഴ പെയ്തിട്ട് ഞാനിവിടെ അടുത്ത സ്ഥലത്ത് കയറി വെക്കും. ഇതുവരായിട്ട് മഴ പറഞ്ഞിട്ടില്ല, പക്ഷെ ഇപ്പോൾ കയറി വന്ന സ്ഥലമാണ് നല്ല ഭംഗിയുണ്ട്. നല്ല കടലിൻ്റെ വ്യൂ ഉണ്ട്. അവിടെ കുറേ പേര് മീൻ പിടിക്കും, അങ്ങനെ എന്തൊക്കെയോ തോന്നുന്നുണ്ട്. കാണാൻ പറ്റുമോ അറിയില്ല, പക്ഷെ അത്യാവശ്യം ദൂരെയാണ് കാണാൻ പറ്റും. ചെറിയ 2 ബോട്ടുകളിൽ അവിടെ ബോട്ടുകൾ അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ ലോബോക്ക് റിവർ ക്രൂയിസിൽ കയറി. ജസ്റ്റ് കയറിയുള്ളൂ. ഒരു 11:30 ആയി. അത്യാവശ്യം മഴയൊക്കെ മാറി നല്ല വ്യൂ ഒക്കെ ആയിട്ടുണ്ട്.
ഇതാണ് പെട്രോൾ. ഇങ്ങനത്തെ ബോട്ടിലാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ റിവറിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ ബുഫേ, പാട്ട് എല്ലാം ഉണ്ട്. നമുക്ക് അതൊക്കെ എൻജോയ് ചെയ്ത് ഞാൻ എൻ്റെ ഫുഡിൽ അടിപൊളിയല്ലേ? അപ്പം ഞാൻ എൻ്റെ ഫുഡ് പോയി കഴിക്കട്ടെ, അല്ലെങ്കിൽ ഫുഡ് ചൂടും. ഇനി നമ്മളിവിടെ കാണാൻ പോകുന്നത് ഇവിടെ ഈ ഫിലിപ്പീൻസിലെ ആൾക്കാരുടെ ഒരു ട്രഡീഷണൽ ഡാൻസാണ്. അത് ജസ്റ്റ് കാണാൻ നല്ല ഭംഗിയിലാണ്. നമ്മുടെ അവിടെ കൂടെ ഉണ്ടായിരുന്ന ബോട്ടിലുണ്ടായിരുന്നു ഒരു പെൺകുട്ടി അപ്പൻ്റെ കൂടെ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ. അപ്പോൾ നമുക്കും വേണമെങ്കിൽ ഇറങ്ങി കളിക്കാൻ, പിന്നെ വീഡിയോ എടുക്കുന്ന കാരണം ഇറങ്ങി കളിക്കാൻ സമയം കിട്ടില്ല. ക്രൂയിസ് കഴിഞ്ഞു. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അടുത്ത സ്ഥലത്തിൻ്റെ പേര് കുറച്ച് പറയാൻ പാകം നോക്കട്ടെ. ഹിനഗ്ദനാൻ അങ്ങനെയാ തോന്നുന്നു. ഹിനഗ്ദനാൻ ഒരു കേവാണത്. അപ്പോൾ ഇനി അങ്ങോട്ടേക്കാണ്. ഏകദേശം ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 32 കിലോമീറ്റർ ഡ്രൈവ് കൊണ്ട് 47 മിനിറ്റ് കാണിക്കണം. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഇനി അടുത്ത തവണ വരുന്നത് വരെ ബൈ ബൈ ലബോക്ക്.
എന്തൊരു ലൈം സ്റ്റോൺ കേവ് ആണെന്ന് തോന്നുന്നു. ഞാൻ ഒരു 3 കൊല്ലം മുന്നേ ഇവിടെ നോർത്ത് ഈസ്റ്റ് പോയപ്പോൾ അവിടുത്തെ കുറേ കേവുകളും ഏകദേശം ഇതുപോലെ. പക്ഷെ ശരിക്കും ഇപ്പം ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാക്കി വെച്ചാണെന്ന് തോന്നും. പക്ഷെ ഇതൊക്കെ റിയലാട്ടോ. ഇവിടെ ഒരു വലിയ ലഗൂണുണ്ട്, ഒരു ചെറിയ നാച്ചുറൽ പോണ്ട് മാതിരി. ഭയങ്കര ക്ലിയർ വാട്ടറാണ്. പക്ഷേ ഇവിടെ അധികം വെളിച്ചമില്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷേ ക്യാമറയിൽ എന്തോരം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആൾക്കാർക്കൊക്കെ ഇറങ്ങാം. നമ്മളിവിടെ ഇറങ്ങുന്നില്ല, കാരണം നമുക്ക് വേറെ കുറേ സ്ഥലത്ത് വെള്ളത്തിൽ ഇറങ്ങാനുള്ളതുകൊണ്ട് ഇവിടെ മാത്രം ഒന്ന് സ്കിപ്പ് ചെയ്തു. അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള എൻട്രൻസ് ഒരാൾക്ക് 50 പെസോയാണ്. ഞാൻ ആക്ച്വലി നോക്കിയായിരുന്നു. ഇവിടെ ആക്ച്വലി ഇത്ര ഉള്ളു വ്യൂ. അത്ര വലിയ കേവ് ഒന്നുമല്ല. എനിക്ക് തോന്നുന്നു ഞാൻ നോർത്ത് ഈസ്റ്റ് പോയ കേവ് നടക്കാൻ തന്നെ ഉള്ളിൽ കുറേ ഉണ്ട്. ഇവിടെ ചെയ്ത് കണ്ടോ, ആൾക്കാരൊക്കെ നീന്തി കുളിക്കുന്നുണ്ട്. നല്ല ക്ലിയർ വെള്ളം. ഇപ്പോൾ നമ്മൾ ലോബോക്കിൽ നിന്ന് പോന്നു. ഇപ്പോഴേ അങ്ങോട്ട് അവിടെ നിന്ന് നമ്മൾ ചോക്ലേറ്റ് ഹിൽസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോയി. പക്ഷേ അവിടെ നല്ല മഴയായിരുന്നു, നമുക്ക് അവിടുത്തെ വലിയ വിഷ്വൽസ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ താഴെ തന്നെ ഒരു ATV ബൈക്കിൻ്റെ അഡ്വഞ്ചർ ഇതുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ അതൊരു ഏകദേശം 1 മണിക്കൂറുണ്ട്. അപ്പോൾ ഇനി അവിടുത്തെ കുറച്ച് അഡ്വഞ്ചർ റൈഡ്സൊക്കെ ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യുന്ന വിഷ്വൽസാണ് ഇനിയിപ്പോൾ കാണാൻ പോകുന്നത്.
അപ്പോൾ അതിൻ്റെ ചെറിയ ഗ്ലിംസ് ഞാൻ ഈ വീഡിയോയിൽ ഇടാം. അപ്പോൾ ഇനി അടുത്ത ദിവസത്തെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബൈ ബൈ. അപ്പോൾ ഡേ 2 ഇവിടെ നിന്ന് അവസാനിക്കുന്നു. ഇനി ഡേ 3 നമ്മൾ തിരിച്ച് സേബു ചെന്നാണ്